അനുമോൾ, ആദില, നൂറ, ലക്ഷ്മി, ഒന്നീൽ, നെവിൻ, ജിസേൽ, സാബുമാൻ. ഓക്കെ, ഇത്രയും പേരാണ് ഈ ആഴ്ചയിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാർ വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വോട്ട് കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ശ്രദ്ധിച്ചു വോട്ട് ചെയ്യുക. കാരണം ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ എപ്പോഴെങ്കിലും ഗെയിം കളിച്ചവർക്ക് ഇപ്പോഴും വോട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആരോടെങ്കിലും വല്ല വാഗ്വാദങ്ങളൊക്കെ നടത്തിയവർക്ക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. ഇപ്പം ലക്ഷ്മിയുടെ കാര്യത്തിൽ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, ലക്ഷ്മി വന്ന സമയത്ത് ലക്ഷ്മിയുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു. അത് നല്ല കാര്യമാണ്. ഞാൻ കരുതി ഓക്കെ, അങ്ങനെയൊക്കെ വലിയ പെർസ്പെക്റ്റീവ്സ് ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് കോണ്ടന്റുകളൊക്കെ ഉണ്ടാക്കുമെന്ന്. പക്ഷേ അതിനുശേഷം ലക്ഷ്മി മിണ്ടിയിട്ടേ ഇല്ല. ലക്ഷ്മി വളരെ പേടിച്ച് ബിഹേവ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ലക്ഷ്മിക്ക് ഒരു വോട്ട് കൊടുക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ 5 സ്റ്റാർ കഴിച്ചിട്ട് ഒന്നും ബിഹേവ് ചെയ്യാതെ, ഒന്നും ഇല്ലാതെ, ഒരു റിയാക്ഷനും ഇല്ലാതെ വളരെയധികം പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സാബുമാൻ. സാബുമാനും അവിടെ വോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാവരും ഓക്കെയാണ്. പിന്നെ നെവിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നെവിൻ ശരിക്കും പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ അവിടുത്തെ കാര്യങ്ങളിൽ ബിഹേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം പുള്ളിക്കാരൻ അത്ര അങ്ങോട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന അനുമോളാണെങ്കിലും, അനുമോള് പോസിറ്റീവോ നെഗറ്റീവോ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ജിസേലും ആര്യനും അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അനുമോളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമാണെങ്കിലും അതൊരു സ്ക്രീൻ പ്രസൻസിലേക്ക് കൊണ്ടുവരാൻ അനുമോൾക്ക് കഴിയുന്നുണ്ട്. പിന്നെ ആദില കഴിഞ്ഞ ആഴ്ച പോസിറ്റീവോ നെഗറ്റീവോ അനീഷുമായിട്ട് അത്രയും പോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദില അവിടെ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് ഉണ്ടാക്കാൻ ഓക്കെയാണ്. പിന്നെ നൂറ ഇപ്പൊ സത്യം പറഞ്ഞാൽ ആദില അങ്ങോട്ട് ഹൈപ്പ് അടിച്ചപ്പോഴത്തേക്ക് നൂറയ്ക്ക് അവിടെ പ്രത്യേകിച്ചൊരു സ്പേസ് കിട്ടാത്തതുപോലെ, നൂറയ്ക്ക് പറ്റിയ ഒരാൾ ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. റെന ഔട്ട് ആയപ്പോഴത്തേക്ക് നൂറ സത്യം പറഞ്ഞാൽ ആരടുത്ത് വഴക്കിന് പോകും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് തോന്നി. പിന്നെ ഒന്നീല് സത്യം പറഞ്ഞാൽ അബി പോയതിനു ശേഷമുള്ള ഒന്നീലിന്റെ ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. കഴിഞ്ഞ ആഴ്ച വരെ അബി ഉണ്ടായത് കൊണ്ട് ഓരോ വിഷയങ്ങളിലുള്ള ആ ഒരു ഒപ്പീനിയൻ പറച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒനീലിന്റെ കാര്യത്തിൽ എനിക്ക് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ജിസേല് അവിടെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വാനിഷ്ഡ് ആണ്. ജിസേലിന്റെ പ്രസൻസ് അവിടെ കിട്ടുന്നേ ഇല്ല. ആര്യനാണ് അതിനും വേണ്ടി ആര്യൻ ഈ പറയുന്ന ജിസേലിന്റെ സ്പേസും കൂടെ കയ്യേറി ആര്യൻ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ആര്യൻ ഈ ഒരു വീക്കിൽ നോമിനേഷനിൽ വന്നിട്ടില്ല. ആര്യന് ഭയങ്കര സന്തോഷമാണ്. നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ആര്യന്റെ ആദ്യത്തെ ആഴ്ചയാണ് അത്. ആര്യൻ നന്നായിട്ട് ആഘോഷിക്കുന്നുമുണ്ട്. അപ്പോൾ ജിസേലിന്റെ കാര്യത്തിലും ജിസേല് അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല. എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലും അങ്ങോട്ട് പോയി, അതും ഈ പറയുന്ന ജിസേലും ആര്യനുമായിട്ടുള്ള പ്രശ്നത്തിൽ അനുമോളോ വേറെ ആരെങ്കിലും ഒക്കെ പോയി അങ്ങോട്ട് പോയി ചൊറിയുമ്പോൾ ആ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതല്ലാതെ ജിസേൽ വേറൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ആരും അന്തം ഫാൻസ് ആവരുത്. ആരുടെയും, ഈവൻ അനീഷിന്റെ പോലും അന്തം ഫാൻസ് ആവരുത്. അനുമോളിന് കുറെ PR ഉള്ളതായിട്ടാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അറിയത്തില്ല, അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. പക്ഷേ അനുമോൾക്കും ഒരുമാതിരി എന്താ പറയാ, കുറച്ചധികം അങ്ങ് ഭ്രാന്ത് പിടിച്ച് അനുമോളെ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും നിങ്ങൾ ഓവർ ആവരുത്. ഇപ്പൊ ഗ്രൂപ്പൊക്കെ കൂടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അനുമോളെ സ്നേഹിക്കുന്നതിന്റെ കൂട്ടത്തിൽ മറ്റുള്ള ഉപദ്രവിക്കാൻ വേണ്ടി ഫാൻസുകൾ ഇറങ്ങിത്തിരിക്കരുത്. അത് അവസാനം അനുമോൾക്ക് തന്നെ പാരയാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുമാതിരി വൃത്തികെട്ട ഫാൻസ് പരിപാടി വേണ്ട. അനുമോള് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുമോൾക്ക് വോട്ട് ചെയ്തോളൂ. ഇപ്പൊ ഞാൻ പറയാൻ വന്നത് തന്നെ, അനുമോള് എന്താണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഷാനവാസ് നന്നായിട്ട് റിവീൽ ചെയ്യുന്ന ഒരു നോമിനേഷൻ ആയിരുന്നു ഇപ്പൊ നടന്നത്. ലൈവിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചു നേരമായി. അതായത് ഷാനവാസ് ബിഗ് ബോസിനോട് തന്നെ അനുമോൾ അവിടെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു റിവ്യൂ പറയുന്നുണ്ട്. ഒരുപാട് നേരം ഇരുന്ന് അനുമോളുടെ കാര്യം പറയുന്നുണ്ട്. സോ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പെങ്ങളൂട്ടി കാർഡൊന്നും ഷാനവാസ് എടുത്തിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം അവിടെ ഒരു ഗ്രൂപ്പിസം ഇല്ലാത്തത് കൊണ്ടാണ് ഷാനവാസ് അനുമോളുടെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞതും ഇത്രയും വിഷയങ്ങളെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തിയതും. ഒരുപക്ഷെ ഷാനവാസിന് പുറത്തുനിന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പുറത്ത് അനുമോൾക്കൊരു സ്ട്രോങ് ഫാൻ ബേസ് ഉണ്ടോ, അങ്ങനെ വല്ലതും അറിഞ്ഞിട്ടാണോ എന്നുണ്ടെങ്കിൽ തന്നെയും ഷാനവാസ് അനുമോളുടെ കൂടെ നിൽക്കത്തല്ലേ ഉള്ളൂ. ഈ പറയുന്ന നോമിനേഷനിൽ ഷാനവാസ് അനുമോളെ പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. അപ്പൊ വൈഫ് വന്ന് പ്രത്യേകിച്ച് ഒരു ഹിന്റ് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുമോൾ അവിടെ നടത്തുന്ന കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് പറഞ്ഞതുപോലെ അതുകൊണ്ടാണോ പറഞ്ഞത് എന്നും എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കുളവാക്കണ്ട. ഏതായാലും ഷാനവാസ് പറഞ്ഞതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ ടാസ്ക് കുളമാക്കി. അതായത് ആ ഒരു ബോട്ടിൽ ഫാക്ടറി ടാസ്കിനകത്ത് ജിഷിൻ അവിടെ ആ ടാസ്ക് അടുത്ത ലെവലിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ അവിടെ ആ അനുമോള് ഭയങ്കര സ്റ്റബേൺ ആയിട്ട്, ഭയങ്കര റിജിഡ് ആയിട്ട്, ഇല്ല അത് പറ്റത്തില്ല, ഇത് ഇങ്ങനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിന്നതുകൊണ്ട്, അതായത് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ നിന്നതുകൊണ്ട് ആ ടാസ്ക് രണ്ടാമത്തെ ഒരു ലെവലിലേക്ക് പോയില്ല എന്നുള്ളത് അത് അനുമോളുടെ ഭാഗത്തെ വീഴ്ചയായിട്ട് നമ്മളും പറഞ്ഞിരുന്നു. അത് വീഴ്ച തന്നെയാണ്.
ജിഷിനെ മാറ്റി സാബുമാനെ ആക്കിയപ്പോൾ സാബുമാന്റെ ഒപ്പീനിയൻ അവിടെ കൺസിഡർ ചെയ്യാൻ പോലും അനുമോള് താല്പര്യപ്പെട്ടില്ല എന്നുള്ളതും സത്യമാണ്. അതും നമ്മൾ ലൈവ് കണ്ടവർക്കറിയാം അതായിരുന്നു അവിടെ നടന്നത്. പക്ഷേ സാബുമാൻ പറഞ്ഞതിനകത്തൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും സാബുമാന്റെ ഒപ്പീനിയൻസ് പാടെ എടുത്ത് കളയാൻ അനുമോള് ശ്രമിച്ചു എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ കുറച്ച് വിട്ടുവീഴ്ച, അതായത് ലാലേട്ടൻ വരെ ചോദിക്കുന്നുണ്ട് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആകണമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളും ചോദിച്ചത്, എന്തിനാ അത്രയും സ്ട്രിക്റ്റ് ആകുന്നത്? അടുത്തൊരു ലെവലിലേക്ക് പോയാലേ അടുത്ത ടാസ്കിന്റെ ബാക്കി എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സ്റ്റാർസ് കിട്ടുന്നു, അത് ഈ പറയുന്നവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അപ്പൊ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത് നോക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അനുമോൾ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന നിലയിലേക്ക് അനുമോൾ അതിനെ വലിച്ചഴച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ജിസേലിന്റെയും ആര്യന്റെയും വിഷയം ഇപ്പോഴും സത്യത്തിൽ അനുമോളുടെ തലയിൽ കിടപ്പുണ്ട്. ഓഫ് കോഴ്സ് ഇന്നലെ രാത്രി അനുമോൾ കാണിച്ചത് ഭയങ്കര ചീപ്പ് പരിപാടിയായി പോയി. അവര് 3 പുതപ്പോ 5 പുതപ്പോ ഇട്ട് കിടന്നോട്ടെ, ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒനീലിനെ കൊണ്ട് അനുമോളാണ് ഇങ്ങനൊരു കച്ച കെട്ടിച്ചത്. എന്നിട്ട് അവിടെ ഒരു പ്രാങ്ക് പോലെ അവിടെ അത് നടത്തിയെടുത്തിട്ട് അനുമോള് പതുക്കെ നൈസായിട്ട് അഭിനയിച്ചങ്ങ് എസ്കേപ്പ് ചെയ്ത്. അപ്പോഴത്തേക്കും ഷാനവാസ് മാറിപ്പോയി നിന്നിട്ട് അനുമോള് കേൾക്കുന്നില്ല, അല്ലാതെ പറയുന്നുണ്ട് അവൾക്ക് കണ്ണുകടി എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അനുമോൾ എന്തിനാണ് ഈ ജിസേലിനെയും ആര്യനെയും നന്നാക്കാൻ നടക്കുന്നത്? അവരതിനകത്ത് എന്തോ ചെയ്തോട്ടെ, അത്രയും ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് അവരത് ചെയ്യും, എന്തെങ്കിലും ചെയ്യും. അങ്ങനെ എന്താണ് അനുമോൾക്ക് എന്താണ് അവിടെ പ്രശ്നം? പിന്നെ അതുപോലെ ഇവിടെ ഇപ്പൊ ഈ ബാക്കി ഇത്രയും പ്രശ്നം വന്നത്, അതായത് ഈ അക്ബറും ഒനീലും അഭിയും ബിന്നിയും ഒക്കെ സംസാരിച്ചത് ജിസേലും ആര്യനും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിനപ്പുറം എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ ജിസേൽ ഇവിടെ ഗെയിം കളിക്കുന്നില്ല, ആര്യൻ ഇവിടെ ഗെയിമിന്റെ ശ്രദ്ധയൊക്കെ മാറി, അവർ രണ്ടുപേരും അങ്ങ് വീക്കായി എന്ന് പറഞ്ഞതാണ്. അല്ലാതെ അവർ വേറെ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ആ തരത്തിലല്ല ഇപ്പോഴും സത്യത്തിൽ ഇവരൊക്കെ എടുക്കുന്നത്. പിന്നെ നെവിനും അതിനകത്ത് എന്തൊക്കെയോ മോശമായിട്ടുള്ള ഒരു സംസാരത്തിലേക്ക് നെവിനും കൊണ്ടുപോയി. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പം നെവിനും സത്യം പറഞ്ഞാൽ ജിസേലിനെയാണ് അവിടെ നോമിനേറ്റ് ചെയ്തത്. ഇവരുടെ ഈ വിഷയത്തിൽ മാത്രം അനുമോൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ, അത് ബാക്കി വിഷയങ്ങളിൽ അനുമോൾ കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. കാരണം എന്ന് വെച്ചാൽ അവിടെ അത് ഷാനവാസ് ആ കാര്യവും അവിടെ പറയുന്നുണ്ട്. അതായത് ഈ 2 ദിവസം മുന്നേ രാത്രി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കിച്ചണിലൊക്കെ കയറി, ഒരു 7 പേരടങ്ങുന്ന ടീമാണ് കയറിയെന്നുള്ളത്, അതിനകത്ത് അനുമോൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. അതായത് ബിന്നിയെ പ്രാങ്ക് ചെയ്യിപ്പിക്കാൻ ബിന്നിയെടുത്ത് പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബിന്നി അത് ചോദിക്കുമ്പോൾ അബിയും ജിഷിനും ഒക്കെ ആയിട്ട് ചേർന്നൊരു പ്രാങ്ക് നടത്തിയായിരുന്നു ലൈവില്. ഒരു ശനിയാഴ്ചയായിരുന്നു അത്, നമ്മൾ കണ്ടത് ശനിയാഴ്ചയാണ്. ആ ഒരു വഴക്ക് അവിടെ നടന്ന ആ ഒരു ദിവസം അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രാങ്ക് ആയിരുന്നു. ബിന്നീനെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വെച്ചിരുന്നത്. പക്ഷെ ബിന്നീനെ മാറ്റി നിർത്തി അനുമോൾ എന്തൊക്കെയോ ബിന്നിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ബിന്നീനെ അവിടെ കുറച്ചധികം അവിടെ ഒരു സീൻ ബിന്നിയുമായിട്ട് നടത്തി താനൊരു മാപ്പ് സാക്ഷിയായി അങ്ങ് മാറി എന്ന് അനുമോളെ കുറിച്ച് ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസിനോട് നോമിനേറ്റ് ചെയ്തപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇതേ ഒരു അവസ്ഥ എനിക്ക് ഇന്ന് രാവിലെ ഫീൽ ചെയ്തു. എനിക്ക് ഇന്ന് രാവിലെ ഭയങ്കര ദേഷ്യം എന്നൊരു കാര്യമായിരുന്നു. കിച്ചൺ ടീമിൽ ഏറ്റവും നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് അനുമോള് തന്നെയാണ്. ഓഫ് കോഴ്സ് അനുമോളാണ്, നല്ലോണം ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ അനീഷും അതുപോലെ അനീഷ് ഈ പറയുന്ന ഫുഡ് എടുത്ത് മാറ്റി വെച്ചില്ല, ഫുഡ് കുറെ വേസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ അവിടെ വൃത്തിയില്ല, പുഴു കയറി എന്നൊക്കെ പറഞ്ഞ അനീഷ് ലക്ഷ്മിയെടുത്തും ബിന്നിയെടുത്തും ഭയങ്കരമായിട്ട് വഴക്ക് ഇന്ന് രാവിലെ നടത്തിയപ്പോൾ ആ വിഷയത്തിൽ അനുമോൾക്ക് അഭിപ്രായമില്ലേ? കിച്ചൺ ടീമിനകത്ത് ഒരു മെമ്പർ അല്ലേ അനുമോള്? കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പലയിടത്തും പറയുന്നുണ്ടായിരുന്നു ആ വിഷയത്തിനകത്ത് അനുമോൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ, കാരണം അനുമോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. എന്ത് ഇൻക്ലൂഡഡ് അല്ല? ഹൗസിലൊരു വിഷയം നടക്കുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആവാൻ ആ കൂടി 10-12 പേരല്ലേ ഉള്ളൂ, അതിനകത്ത് ഇൻക്ലൂഡഡ് ആവണമല്ലോ. അല്ല ഈ ജിസേലും ആര്യനും കിടക്കുമ്പോൾ പുതപ്പ് എത്ര ഉണ്ട് എന്ന് നോക്കാൻ അത് അനുമോൾ എന്താ ഇൻക്ലൂഡഡ് ആകുന്നേ? അപ്പൊ അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് നിങ്ങളും കാണിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, അന്തം ഫാൻസ് ആവരുത്. അതുപോലെ ലാലേട്ടൻ അനുമോളെ വഴക്ക് പറഞ്ഞാൽ ഓഹോ ലാലേട്ടൻ ഇവിടെ അനുമോളെ ഇവിടെ വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. അതുപോലെയാണ് ഞാൻ അനുമോളെ പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ PR, അനുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടത് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഓ നിങ്ങൾ PR മാറ്റി പിടിച്ചല്ലേ, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കാശ് വന്നോ, അനുമോളുടെ ആൾക്കാർ കാശ് തരുന്നത് നിർത്തിയോ എന്ന് ചോദിക്കാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. അനുമോൾ ഇപ്പോൾ ഈ ഒരു 2 ദിവസം കാണിച്ച ആ ഒരു കാര്യം വളരെ മോശമാണ്. ഇന്നലെ ആ പുതപ്പിന്റെ കേസ്, അതുപോലെ ഇന്ന് ഷാനവാസ് പറഞ്ഞതുപോലെ കിച്ചണിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും അനുമോൾ കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്, ആ പ്രശ്നത്തെയാണ്. പക്ഷെ അതുകൊണ്ട്
അനുമോൾ ഒരു കോണ്ടന്റ് കൊടുക്കാത്ത വ്യക്തിയാണെന്നോ അനുമോൾ സ്ക്രീൻ സ്പേസ് എടുക്കാത്ത വ്യക്തിയാണെന്നോ ഒരു സ്ട്രോങ് പ്ലെയർ അല്ല എന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ബിഗ് ബോസിൽ റിവ്യൂ പറയുമ്പോൾ നമുക്കത് റിവ്യൂ ആണ്. അപ്പൊ നമ്മളവിടെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ PR ആണോ, ഓഹോ നിങ്ങൾ PR മാറ്റി പിടിച്ചോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എനിവേ എന്തായാലും ഷാനവാസ് പെങ്ങളൂട്ടി കാർഡൊക്കെ കീറിയിട്ടുണ്ട്. നന്നായിട്ട് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. ഏതായാലും ശരി, ആ നോമിനേഷൻ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചിട്ടാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് കമന്റിൽ പറയുക. ഞാൻ അത് എന്തായാലും വായിക്കും. വായിച്ചിട്ട് ഞാൻ അത് അനലൈസ് ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ മറുപടിയും പറയാം. ഓക്കെ, അപ്പൊ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ പോയി വരാം. ബൈ.